രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചതാണ് പറമ്പിക്കുളത്തെ ആദിവാസികളുടെ ദുരവസ്ഥയ്ക്ക് കാരണം. വഴിവെട്ട് സമരം തുടർന്നിരുന്നെങ്കിൽ അവർക്ക് ജീപ്പ് പോകുന്ന മൺപാതയെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇനി ആരെയും വിശ്വസിക്കാനില്ലെന്നാണ് ആദിവാസി മൂപ്പൻ പറയുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യവും നമ്മുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ പറമ്പിക്കുളത്തെ ആദിവാസികൾക്ക് അത് ഇപ്പോഴുമില്ല. കേരളത്തിലൂടെ വഴിയില്ലെന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലൂടെ കറങ്ങിപ്പോകുന്നതിന് നിയന്ത്രണങ്ങളുമുണ്ട്. തേക്കടി അല്ലിമൂപ്പൻ കോളനിയിലെ മൂപ്പൻ രാമൻകുട്ടിയെയും ഭാര്യ സരസയെയും ഞങ്ങൾ കണ്ടുമുട്ടിയത് തമിഴ്നാട്ടിലെ സേത്തുമടയിൽ വെച്ചാണ്. ഇത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് സേത്തുമട. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ വനപാതയിലൂടെ നടന്നാൽ 3 മണിക്കൂറാവും. ആന കാണുമോ, പുലി കാണുമോ, കരടി കാണുമോ, കാട്ടുപോത്ത് കാണുമോ ആശങ്കയുണ്ട്. മാസങ്ങളോളം വഴിവെട്ടി സമരം ചെയ്തപ്പോൾ തേക്കടി അല്ലിമൂപ്പൻ കോളനിക്കുള്ള പാത പൂർത്തിയാക്കാൻ 1 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോൺക്രീറ്റ് റോഡ് പണിതു തരാമെന്ന അന്നത്തെ MLAയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാഗ്ദാനത്തിൽ വഴങ്ങിയതാണ് ആദിവാസികൾക്ക് വിനിയായത്. ഇനി ആരെയും വിശ്വസിക്കാനില്ലെന്നാണ് അല്ലിമൂപ്പൻ കോളനിയിലെ മൂപ്പനായ രാമൻകുട്ടി പറയുന്നത്. അവർ പറയണ റോഡ് വന്നാലേ കറണ്ട് വരുള്ളൂ. അപ്പോൾ റോഡും വരില്ല, കറണ്ടും വരില്ല. ഞങ്ങൾ എപ്പോഴും ആനക്കാട്ടിൽ ഇരുട്ടത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ വോട്ട് വാങ്ങി പോണവർക്കും അത് നോക്കാനൊന്നും സമയമില്ല എന്ന് തോന്നുന്നു. രാഷ്ട്രീയക്കാർ പറയുന്ന പ്രസ്താവനകളെല്ലാം പൊള്ളയാണ്, അത് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വഴി വെട്ടണമെങ്കിൽ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികളിൽ, അതായത് സർക്കാരിൻ്റെ പദ്ധതികളിലൂടെ, ചെറിയ പദ്ധതി പഞ്ചായത്ത് തല പദ്ധതികളിലൂടെ മാത്രമാണ് ഇവർക്ക് റോഡ് നിർമ്മാണം കഴിയുള്ളൂ. അന്നത്തെ പോലൊരു സമരം നടത്താനുള്ള സാഹചര്യമോ നേതൃത്വമോ ഇപ്പോൾ പറമ്പിക്കുളത്തെ ആദിവാസികൾക്കിടയിലില്ല. സംസ്ഥാന സർക്കാർ മാറി. പതിറ്റാണ്ടുകളായി നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം ഇനിയെങ്കിലും അവർക്ക് നൽകാൻ അധികാരികൾ തയ്യാറാകണം. Dr. G. Prasad Kumar, Big TV journalist. Big TV, without fear or favor.